തിരുവനന്തപുരം നെടുങ്ങാട് നഗരസഭ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംഘർഷം. ആധുനിക മാലിന്യ സംസ്കരണ യന്ത്രങ്ങൾ ഇറക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. 10 മീറ്റർ ദൂരം ഒരു വീടിന്റെ ഒരു 10 മീറ്റർ ദൂരം പ്രോസസിംഗ് നടക്കുകയാണെങ്കിലാണ് അല്ല നനയാൻ വേണ്ടി തന്നെ നമ്മൾ വന്നത്. ആ സാധനം കൊണ്ടുവന്നിട്ട് പോയ കൗൺസിൽ ഇറങ്ങി പോയതിനു ശേഷം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബൈക്കുള്ള എന്റെ ബൈക്ക് വെച്ചാണ്. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിനായി നെടുമങ്ങാട് നഗരസഭ ആരംഭിച്ച പനങ്ങോട്ടേല റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെന്ററിലാണ് നഗരസഭ അധികൃതരും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായത്. ആധുനിക സൗകര്യങ്ങളോടെ കൂടുതൽ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കാൻ കോഴിക്കോട് നിന്നെത്തിച്ച പ്യൂരിഫൈൻ മെഷീൻ എന്ന സംസ്കരണ യന്ത്രം വാഹനത്തിൽ നിന്നിറക്കാൻ നാട്ടുകാർ അനുവദിച്ചില്ല. കഴിഞ്ഞ ദിവസം എത്തിച്ച യന്ത്രങ്ങൾ സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. നിലവിൽ ജൈവമാലിന്യ പ്ലാന്റ് എന്നുള്ള മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മിനി തുമ്പോർ മൂഴി, അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യം 39 വാർഡിലെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് സംസ്കരിക്കാൻ വേണ്ടി ഹരിതകർമ്മസേനയുടെ ഭാഗമായിട്ട് ഇവിടെ ഉള്ള ഒരു RRF, അതുപോലെ ഒരു പോളിഹൗസ് എന്നീ സാധനങ്ങളിവിടെ നിലവിലുണ്ട്. ഇതെല്ലാം മാറ്റി ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു പ്ലാന്റും കൂടെ ഖരമാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. വീടിനോട് ചേർന്ന് തന്നെയാണ് ഇത് പ്ലാന്റ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഇത് ഒരു ദിവസമെങ്കിലും പണി മുടക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഈ വരുന്ന പല വാർഡുകളിൽ നിന്ന് വരുന്ന ഈ വേസ്റ്റുകളുടെ അളവ് കുറയില്ല, അളവ് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ഒരു ദിവസം 2 ദിവസം ഇത് കെട്ടിക്കിടക്കുകയോ ഇവിടെ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്താൽ ഇതിനേക്കാളും വലിയൊരു വിളപ്പിൽശാലയായിട്ട് മാറാൻ ചാൻസ് കൂടുതലാണ്. നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജയും നെടുമങ്ങാട് DYSPയും സ്ഥലത്തെത്തി ചർച്ച നടത്തി രംഗം ശാന്തമാക്കി. പ്രദേശത്ത് 5 വർഷത്തിലേറെയായി പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വിപുലീകരിക്കാനുള്ള ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത്. നഗരസഭയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനവും 30ഓളം കുടുംബങ്ങളും താമസിക്കുന്ന സ്ഥലത്ത് വൻ ഖരമാലിന്യ സംസ്കരണ കേന്ദ്രം മറ്റൊരു വിളപ്പിൽശാലയ്ക്ക് വഴിയൊരുക്കുമെന്ന് മാലിന്യ പ്ലാന്റ് വിരുദ്ധ സമിതി ഭാരവാഹികൾ പറഞ്ഞു. മറ്റൊരു മാലിന്യ പ്ലാന്റ് ഇവിടെ ആവശ്യമില്ലെന്നും നഗരസഭയിൽ തന്നെ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടെന്നിരിക്കെ മനുഷ്യവാസം ഏറെയുള്ള സ്ഥലത്ത് പ്ലാന്റ് വിപുലീകരിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് നാട്ടുകാരുടെ നിലപാട്. DYSPയുടെ നിർദ്ദേശാനുസരണം യന്ത്രം നാട്ടുകാരുടെ സഹായത്തോടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.